അറ്റോമിക് ബോംബിന് ശേഷമുള്ള പിക്ചേഴ്സ് അത് നമുക്ക് കാണാനും അതിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മളെല്ലാവരും സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നാണ് നൈറ്റ്. വെറും 2 മണിക്കൂർ മാത്രമാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് നൈറ്റ് ഉണ്ടായിരുന്നത്. ഈ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് രാത്രി മുഴുവൻ ഒറോറ അഥവാ നോർത്തേൺ ലൈറ്റ്സ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ഐലൻഡിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒത്തിരി മാനുകളാണ്. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ മാനുകളാണ് ഉള്ളത്. ഹിരോഷിമ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചതിൽ ഒരിക്കലും മറക്കാത്ത ഒരു ചാപ്റ്റർ ആണിത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇന്ന് അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിരോഷിമയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഹിരോഷിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പീസ് മെമ്മോറിയൽ പാർക്ക് ആയിരിക്കും. ഇവിടത്തേക്ക് ടിക്കറ്റ് നമുക്ക് നേരിട്ടും എടുക്കാം, അഡ്വാൻസ് ആയിട്ട് ഓൺലൈൻ വഴി എടുക്കാം. നമ്മൾ ക്ലൂക്ക് എന്ന് പറയുന്ന സൈറ്റ് വഴി ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈവനിങ് 3 മണിക്ക് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് ടൈം. അതുവരെ നമുക്ക് ടൈം ഉണ്ട്. അപ്പൊ മോർണിംഗ് നമ്മൾ ജപ്പാനിലെ തന്നെ ഏറ്റവും മനോഹരമായ ഐലൻഡ് എന്നറിയപ്പെടുന്ന മിയാജിമ ഐലൻഡ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഹിരോഷിമയിൽ നിന്നും മിയാജിമ ഐലൻഡിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും JR ലൈൻ ഉണ്ട് മിയാജിമ ഗുച്ചി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക്. അവിടുന്ന് നമ്മൾ JR ഫെറി ലൈൻ എടുത്തിട്ട് വേണം ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫെറി ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ JR പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ നേരിട്ട് ക്യാഷ് കൊടുത്തോ സ്യൂക്ക കാർഡ് വെച്ചോ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പിന് മുന്നേ ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ചിന്തിച്ചത് ഒരു ഗൈഡഡ് ടൂർ കിട്ടുമോ എന്നാണ്. ഇത് കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നമ്മൾ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മിയാജിമ ഐലൻഡിൽ എത്താൻ പറ്റും. വിൻഡോസിന്റെ വാൾപേപ്പറിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഓറഞ്ച് കളർ ഒരു തൊരി ഗേറ്റ് അല്ലെങ്കിൽ ഒരു ശ്രീനയാണ്. അതാണ് ഈ ഒരു ഐലൻഡിന്റെ ഹൈലൈറ്റും. ഈ ഒരു ശ്രീനയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ മണലിനടിയിലേക്ക് ഇതിന് പില്ലേഴ്സ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് മണലിന്റെ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ കാരണം ഇതിന്റെ വെയിറ്റ് തന്നെയാണ്. ഏകദേശം 60 ടണ്ണാണ് ഇതിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ശക്തമായ തിരമാല വന്നാലോ ചെറിയൊരു എർത്ത് വന്നാലോ ഒന്നും ഇത് അനങ്ങില്ല. ഈ ഒരു ഐലൻഡിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒത്തിരി മാനുകളാണ്. അത് തന്നെയാണ് ഈ ഒരു ഐലൻഡിന്റെ മറ്റൊരു പ്രത്യേകതയും. ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ മാനുകളാണ് ഉള്ളത്. ഇതൊരു സൂ പോലെയല്ല, ഇത് കാടാണ്. കാട്ടിൽ ജീവിക്കുന്ന മാനുകളാണ്. അപ്പൊ എപ്പോഴും കുറച്ച് കെയർഫുൾ ആയിരിക്കുക. അതിനെ ടച്ച് ചെയ്യുന്നുണ്ടോ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ടോ ഒന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ടോക്കിയോയിലും ക്യോത്തോയിലും ഒക്കെ നമ്മൾ ഒത്തിരി ചെറി ബ്ലോസംസ് കണ്ടു. എന്നാൽ ഈ ഒരു ഐലൻഡിൽ കണ്ട അത്രയും ഭംഗിയുള്ള ചെറി ബ്ലോസംസ് നമ്മൾ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഈ ഒരു ഐലൻഡ് ഒത്തിരി പ്രത്യേകതകളുള്ള ഐലൻഡാണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് തൊരി ഗേറ്റ് ആണെങ്കിലും അതിനോട് ചേർന്ന് ഉത്സുകുഷിമ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. ആ ഒരു ടെമ്പിളും ഇവർ പണിതിട്ടുള്ളത് കടലിന്റെ മേലെ വുഡൻ പില്ലേഴ്സ് വെച്ചിട്ടാണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുന്നതാണ്.
പണ്ട് തൊട്ടേ ജാപ്പനീസുകാർ ഈ ഒരു ഐലൻഡിനെ ഭയങ്കര പവിത്രമായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു തൊരീഗേറ്റും ടെമ്പിളും ഒക്കെ വെള്ളത്തിന്റെ മേലെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഐലൻഡിൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും വ്യത്യസ്തമാണ്. ഒട്ടുമിക്കതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ്, നമ്മൾ വേറെ ഒരു സ്ഥലത്തും കാണാത്ത കാഴ്ചകളാണ്. അതിലൊന്നാണ് ലൈവായിട്ട് കുക്കി ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. കംപ്ലീറ്റ് ആയിട്ട് മെഷീനാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കുക്കി ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാനും അവിടുന്ന് മേടിക്കാനും പറ്റും. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണം എന്ന് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് അവർ ഗിഫ്റ്റ് പാക്ക് ചെയ്തു തരും. ഈ ഒരു കുക്കിയുടെ ഷേപ്പ് മേപ്പിൾ ലീവ്സിന്റെ ഷേപ്പാണ്. അതിന് കാരണം ഈ ഒരു ഐലൻഡിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ മേപ്പിൾ മരങ്ങളാണ്. മിയാജിമ എന്ന് പറയുന്നത് ഒരു ഹാഫ് ഡേ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഐലൻഡ് അല്ല. നമുക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രം കണക്ട് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഒരു 2 days ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം സംഭവങ്ങൾ ഈ ഒരു ഐലൻഡിനകത്തുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് ഡൈഷോ ഇൻ. അങ്ങോട്ടേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇതിനെ പറയുന്നത് ഹന്ന ഷ്യാങ്കോ എന്നാണ്. അതിൽ കുറെ ലെറ്റേഴ്സ് കൊത്തി വെച്ചിട്ടുണ്ട്. ബുദ്ധമത ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളാണിത്. ഓരോ തവണ ഇത് റോൾ ചെയ്യുന്ന സമയത്തും ആ ഒരു ഗ്രന്ഥം ഒരു തവണ നമ്മൾ വായിച്ചതിനുള്ള പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു അത്ഭുതമാണ് ആയിരക്കണക്കിന് ചെറിയ സ്റ്റാച്യൂസ്, എല്ലാത്തിന്റെ തലയിലും ചുവന്ന നിറത്തിലുള്ള തൊപ്പികൾ. ശരിക്കും ഇതിനെ പറയുന്നത് ജിസോ സ്റ്റാച്യൂസ് എന്നാണ്. ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന കുട്ടികൾക്ക് പരലോകത്തേക്ക് വഴി കാണിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരാണിത്. ഇവിടെ ആയിരക്കണക്കിന് സ്റ്റാച്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാലും എല്ലാ സ്റ്റാച്യൂസും ഡിഫറെന്റ് ആണ്, ഒന്നും ഒരുപോലെയുള്ളതല്ല. ഈ ഒരു ഐലൻഡിൽ നമ്മൾ ഓൾറെഡി 2 ടെമ്പിളുകൾ കണ്ടു. അതുകൂടാതെ ഇതൊരു വലിയ മലയാണ്. ആ മലയുടെ അകത്ത് ഒത്തിരി കേവുകളും ആ കേവിന് അകത്ത് ടെമ്പിളുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കേവും ടെമ്പിളും കാണാം എന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിന് ഇവിടെ നിന്നും മിനിമം 2 മണിക്കൂറെങ്കിലും ഈ ഒരു മലയുടെ ഉള്ളിലേക്ക് ട്രക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു പ്ലാൻ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒന്നാണ് ജപ്പാനിലെ ഒത്തിരി മാനുകളെ കാണാനും അവരെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന നാരാ പാർക്ക്. ക്യോത്തോയിൽ നിന്നും ഒരു ഡേ കൊണ്ട് നമുക്ക് പോയി വിസിറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നാരാ പാർക്ക്. എന്നാൽ അവിടെ ഇപ്പൊ പോയിട്ടുള്ള ആരും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അതിന് കാരണം ടൂറിസ്റ്റുകളുടെ ഓവറായിട്ടുള്ള വരവാണ്. ടൂറിസ്റ്റുകൾ കൂടുതലും, മാനുകൾ വളരെ കുറവുമാണ് അവിടെ. എന്നാൽ ആ ഒരു സമയത്ത് നമ്മൾ മിയാജിമ പോലെയുള്ള ഐലൻഡുകളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി മാനുകളെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ഒരു ഹാഫ് ഡേ എടുത്ത് മിയാജിമ ഐലൻഡ് ഒക്കെ കണ്ട് തിരിച്ച് ഫെറി കയറിയ സമയത്ത് ഒരു അടിപൊളി മഴ പെയ്തു. ആ ഒരു സമയത്ത് നമ്മൾ ഐലൻഡിലാണെങ്കിൽ വേറൊരു ഓപ്ഷനും ഇല്ല മഴ നനയല്ലാതെ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ആ ഒരു സമയത്താണ് അവിടുത്തെ പ്ലഗ് പോയിന്റ് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ വാങ്ങുന്ന സമയത്ത് അതിലൊരു 2 പരന്നിട്ടുള്ള പിന്നുണ്ട്. അതാണ് ജാപ്പനീസ് പ്ലഗ് പോയിന്റുകൾ. അപ്പൊ ട്രാവൽ ചെയ്യുന്നവര് യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുക്കാൻ മറക്കരുത്. മിയാജിമ ഐലൻഡിനും ലഞ്ചിനും ശേഷം ഈ ഒരു ട്രാവലിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്ന ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പാർക്കും ഉണ്ട്, മ്യൂസിയം ഉണ്ട്. പാർക്ക് ഓപ്പൺ ആണ്, ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നും വേണ്ട. എന്നാൽ മ്യൂസിയത്തിന് അകത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണം. അപ്പൊ നമ്മൾ ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡിയോ ഗൈഡ് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നേരിട്ട് തന്നെ അവിടെ നമ്മൾ പൈസ പേ ചെയ്ത് മേടിക്കണം. ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ടൈം ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ മണിക്കൂറുകളോളം അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. ഈ ഒരു മ്യൂസിയത്തിൽ എൻട്രി ചെയ്യുന്നത് വരെ നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ.
മ്യൂസിയത്തിന് അകത്ത് ഹിരോഷിമയിലെ അറ്റോമിക് ബോംബിന് മുന്നേയുള്ള കുറെ ചിത്രങ്ങളും പിന്നെ അറ്റോമിക് ബോംബ് ഇടുന്ന സമയത്ത് US സേന ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത ചെറിയൊരു വീഡിയോയും ഉണ്ട്. അതിനുശേഷം 48 hours ഈ ഒരു ഏരിയ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല, റേഡിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പൊ ആ ഒരു 48 hours ശേഷമുള്ള പിക്ചേഴ്സ് ആണ് മ്യൂസിയത്തിലുള്ളത്. കൂടാതെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മെറ്റൽസ്, അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ, വീട്ടിലെ സാധനങ്ങൾ, അങ്ങനത്തെ ഒക്കെ. ഈ ഒരു അറ്റോമിക് ബോംബ് കറക്റ്റ് വന്ന് ഭൂമിയിൽ പതിച്ച പോയിന്റിനെ ഹൈപ്പോസെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അറ്റോമിക് ബോംബ് വന്ന് വിത്തിൻ സെക്കൻഡ്സ് ഭൂമിയിലെ ടെമ്പറേച്ചർ 3000 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ആയി എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ വെന്ത് മരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു മ്യൂസിയത്തിലെ എല്ലാ ചെറിയ പോയിന്റ്സും കവർ ചെയ്ത് ഓഡിയോ ഗൈഡൊക്കെ കേട്ട് കംപ്ലീറ്റ് ചെയ്യാൻ 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെയാണ് സമയം പറയുന്നത്. എന്നാൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് കുഴപ്പമില്ല, അറ്റോമിക് ബോംബിന് ശേഷമുള്ള പിക്ചേഴ്സ് അത് നമുക്ക് കാണാനും അതിന്റെ ഓഡിയോ നമുക്ക് കേൾക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മളെല്ലാവരും സ്റ്റോപ്പ് ചെയ്തു. കാരണം സാധാ ഒരു മനുഷ്യന് അത് കേൾക്കാനും കാണാനും പോലും പറ്റില്ല, അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു അവിടെ. മ്യൂസിയം ഒരു പകുതി ആയപ്പോൾ തന്നെ ഇഷ്യൂ കരയാൻ തുടങ്ങി. പിന്നെ നമ്മളെ കൊണ്ടും കൂടുതൽ അത് വായിക്കാനോ ആ ഓഡിയോ കേൾക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് പകുതി ആയപ്പോൾ നമ്മൾ നിർത്തി. പിന്നെ മ്യൂസിയത്തിൽ നിന്ന് പുറത്തു വന്നാലും മെന്റലി ഒന്ന് റിക്കവർ ആവാൻ നമുക്ക് കുറച്ച് ടൈം വേണം. ഈ ഒരു പീസ് പാർക്കിൽ മെയിനായിട്ട് വരുന്നത് ഒത്തിരി സ്മാരകങ്ങളും പിന്നെ സമാധാന ജ്വാല എന്ന് പറയും. ഈ ഒരു തീ ഇന്ന് വരെ അണഞ്ഞിട്ടില്ല. ഈ ഒരു ഭൂമിയിലെ അവസാനത്തെ ആണവായുധവും ഇല്ലാതാകുന്നത് വരെ ഈ ഒരു തീ ഇങ്ങനെ കത്തും എന്നാണ് ജപ്പാൻകാരുടെ പ്രതിജ്ഞ. ഹിരോഷിമ സിറ്റിയിൽ കാണുന്ന മറ്റൊരു അത്ഭുതമാണ് ട്രാം 651 652. ഈ 2 ട്രാമുകളും അറ്റോമിക് ബോംബ് വർഷിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റിയിലൂടെ ഓടുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവരിത് റിനോവേറ്റ് ചെയ്ത് ഇപ്പോഴും ആ ഒരു 2 ട്രാമുകൾ ഈ സിറ്റിയിലൂടെ ഓടുന്നുണ്ട്. അത് അവർ തന്നെ മെന്റലി പറയുവാണ്, നമ്മൾ തോറ്റിട്ടില്ല, അവർക്ക് തോക്കാൻ മനസ്സില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ആ ട്രാമുകൾ ആ സിറ്റിയിലൂടെ ഓടിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രാം അവിടെ പോകുന്നവര് നിർബന്ധമായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ ടോക്കിയോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ക്യോട്ടോ, ഒസാക്ക, ഹിരോഷിമ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ജപ്പാന്റെ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻ വഴിയാണ്. This is the Nozomi Super Express bound for Tokyo. We will be stopping at Kyoto, Nagoya, Shin-Yokohama and Shimegawa stations before arriving at Tokyo Terminal. ഹിരോഷിമ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ ടോക്കിയോയിലേക്ക് തിരിച്ചു വന്നു. ടോക്കിയോന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്, ലോങ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ പ്ലാൻ ഒന്നുമില്ല, ഒന്ന് ഉറങ്ങി റിലാക്സ് ചെയ്തിട്ട് ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ്. ടോക്കിയോയിൽ വന്ന് ഒരു ഫുൾ ഡേ നമ്മൾ ഗൈഡഡ് ടൂർ എടുത്ത് മൗണ്ട് ഫൂജി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് മൗണ്ട് ഫൂജി കാണാൻ പറ്റിയില്ല. തിരിച്ച് എയർപോർട്ടിൽ സ്റ്റേ എടുത്ത് ഇറങ്ങാൻ നേരത്ത് കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ മൗണ്ട് ഫൂജി. ജപ്പാനിലെ ഏറ്റവും വലിയ മൗണ്ടൻ ആണ് മൗണ്ട് ഫൂജി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ വിസിബിലിറ്റി വർഷത്തിൽ മാക്സിമം 80 ഡേയ്സ് മാത്രമാണ്. ഈ 80 ഡേയ്സ് എന്ന് പറഞ്ഞാലും ആ ഒരു ഡേയിൽ ഫുൾ ഡേ മൗണ്ട് ഫൂജി വിസിബിൾ ആയിരിക്കണം എന്നില്ല. ജപ്പാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പം ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആകും. ക്യോട്ടോ വിസിറ്റ് ചെയ്ത സമയത്ത് മഴയായിരുന്നു. അപ്പൊ നമ്മൾ 3 കുട മേടിച്ചു. ഇത് ലഗേജിൽ കൊള്ളും എന്നുള്ള രീതിയിലാണ് നമ്മൾ മേടിക്കുന്നത്, പക്ഷെ ലഗേജിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ചോദിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണെങ്കിൽ കളയാം എന്നുള്ള രീതിയിലാണ് എയർപോർട്ടിലേക്ക് കൊടയെടുക്കുന്നത്.
ചോദിച്ചപ്പം കുഴപ്പമൊന്നുമില്ല, ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് ക്യാരി ബാഗിന്റെ കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് വന്നൊരു കൺഫ്യൂഷൻ, കോപ്പൻഹാഗനിൽ നമുക്ക് ലേ ഓവർ ഉണ്ട്, അവിടെ ചെക്ക് ഇനിൽ പിടിക്കോ എന്നുള്ളതായിരുന്നു. എന്നാൽ അവിടെയും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ യാത്രാ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ടോക്കിയോയിൽ നിന്നും നോർവേയിലേക്ക് ഫ്ലൈറ്റ് കയറിയ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാത്ത കുറച്ച് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. സാധാരണ ടോക്കിയോയിൽ നിന്നും നോർവേയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിന്റെയും ഏഷ്യയുടെയും ടോപ്പിലൂടെയാണ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ വളരെ റെയർ ആയിട്ട് മാത്രം തിരിച്ച് അമേരിക്ക വഴി നമുക്ക് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാം. പൈലറ്റുമാര് ഈ ഒരു റൂട്ട് അധികം പ്രിഫർ ചെയ്യാറില്ല. വളരെ റെയർ ആയിട്ട് മാത്രം ട്രാവൽ ചെയ്യുന്ന ഈ ഒരു റൂട്ടിനെ ട്രാൻസ്പോളാർ റൂട്ട് എന്നാണ് പറയുന്നത്. Experiencing some turbulence at the moment. Please to your seats, fasten your seatbelts. We have some reports from other aircraft that there is some turbulence. It'll take us about 15-20 minutes or so. Hopefully it won't last too long. കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണല്ലോ. അപ്പോൾ ടോക്കിയോയിൽ നിന്നും യൂറോപ്പിലേക്ക് വരാൻ വേണ്ടി അമേരിക്കയുടെ നോർത്തേൺ പാർട്ട്, ഗ്രീൻലാൻഡ്, അങ്ങനെ നമ്മളെ ഭൂമിയുടെ തന്നെ നോർത്ത് പോളിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഈ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് രാത്രി മുഴുവൻ ഒറോറ അഥവാ നോർത്തേൺ ലൈറ്റ്സ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും. ഇതിന് കാരണം നമ്മൾ നോർത്ത് പോള് ക്രോസ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നാണ് നൈറ്റ്. വെറും 2 മണിക്കൂർ മാത്രമാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് നൈറ്റ് ഉണ്ടായിരുന്നത്. അതായത് ഭൂമിയുടെ റൊട്ടേഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിന്റെ ടോപ്പിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ നിന്നും നോർത്തേൺ ലൈറ്റ് അഥവാ ഒറോറ ബോറിയാലിസ് കാണുക എന്നുള്ളത്. അത് സാധിച്ചു. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു രാത്രി, അതും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെയാണ് നമ്മളുടെ ജപ്പാൻ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും. ജപ്പാൻ യാത്ര മൊത്തം 4 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് എല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.